മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തുമെന്ന് തമിഴ്നാട് ഗ്രാമവികസന വകുപ്പ് മന്ത്രി ഐ പെരിയസ്വാമി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുക എന്നത് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ സ്വപ്നമാണ്. DMK സർക്കാർ അത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നും പെരിയസ്വാമി പറഞ്ഞു. തേനിയിൽ മഴക്കെടുതി മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പെരിയസ്വാമി. இப்போ வைகை நாணயம் நமக்கு 49 தான் இருந்துச்சு, இப்போ 59 ஆயிடுச்சு. மொத்த கொள்ளளவு 71 அடி, 70 அடி வரைக்கும் கொள்ளளவு வச்சுக்கலாம். எதிர்கட்சிகளோட சொன்னாங்க, வைக்கம் விழாவுக்கு போகிறார் முதலமைச்சர், அதை பேச வேண்டும் என்று கோரிக்கை வைத்தார்கள். இப்போ அனுமதி வழங்கிட்டாங்க, அடுத்த நாளே வழங்கிட்டாங்க. அதில் எந்த பிரச்சனையும் இல்லையே, நம்ம பாதுகாப்பாக வச்சுக்கிறலாம் பெரியாரை. நமக்கு முழு சட்ட பாதுகாப்பு இருக்குது, அரசாங்கம் அதை விட பாதுகாப்பாக இருக்குது. அதை விட பாதுகாப்பு முதலமைச்சர் இருக்கிறார், முதலமைச்சர் தளபதி இருக்கிறார், கவலையே இல்லை. ஒரு தூசியை கூட நம்ம விட்டு കൊടുக்க മാട്ടോം. പെരിയസ്വാമിയുടെ പ്രസ്താവന ഏത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. റൂൾ കർവിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ 142 അടി വരെ ജലനിരപ്പ് ഉയർത്താനേ നിലവിൽ സാധിക്കൂ. പാട്ടക്കരാറിന് പുറത്തുള്ള കേരളത്തിന്റെ 1 ഇഞ്ച് ഭൂമി പോലും തമിഴ്നാടിന് വിട്ടുകൊടുക്കുന്ന പ്രശ്നവും ഉദിക്കുന്നില്ലെന്ന് മന്ത്രി കോട്ടയത്ത് പറഞ്ഞു. ഏതടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് നിലവിൽ സുപ്രീം കോടതിയുടെ പക്കലിരിക്കുന്ന ഒരു കേസും അതോടൊപ്പം 142 അടി വരെ ജലനിരപ്പ് ഉയർത്തി നിർത്തുന്നതിന് സാധിക്കത്തക്ക നിലയിലുള്ള സാഹചര്യം മാത്രമാണ് നിലവിലുള്ളത്. അതങ്ങനെ നിലനിൽക്കണമെങ്കിലും റൂൾ കർവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ ഘട്ടത്തിലും എത്ര നില വരെ ഉയരാം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള പരിശോധനയുടെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇപ്പോൾ പാട്ടക്കരാറിന് പുറത്തുള്ള കേരളത്തിൻ്റെ 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഒരു തല ആലോചനയും ഇല്ലെന്ന് മാത്രമല്ല, അതാണ് അതിൻ്റെ റിയലിസ്റ്റിക്കായൊരു കാര്യം.